അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അതാതിൻ്റെ പ്രത്യക്ഷത്തിന്റെ സ്ഥിരീകരണത്തിന്റെ അടയാളം കിട്ടാൻ കർത്താവ് അങ്ങയുടെ മക്കൾ ഇന്ന് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് അങ്ങയുടെ മക്കളെ യാത്ര ആരംഭിക്കുന്നത്. ഇന്ന് പോകാനുള്ള ഇടങ്ങളെയെല്ലാം, കണ്ടുമുട്ടാനുള്ള ഇടങ്ങളെയെല്ലാം കർത്താവെ അങ്ങയുടെ പ്രത്യേക വാത്സല്യത്തിനും സംരക്ഷണത്തിനുമായി സമർപ്പിക്കുന്നു. ആശുപത്രി പോകുന്നവരുണ്ട് കർത്താവെ, അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനും മറ്റ് ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ രോഗപരിശോധന ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അവരെ ടെസ്റ്റ് ചെയ്യുന്ന യന്ത്രങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ട്രെഡ്മില്ലിനെ ഉൾപ്പെടെ ഉള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, സ്കാനിങ് യന്ത്രത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ ആ പലരെ അങ്ങ് സ്കാനിങ് യന്ത്രത്തിലേക്ക് കയറ്റി കിടത്തിയതിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന രോഗം സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഇല്ലാതെ കണ്ടത് എത്രയോ സാക്ഷ്യങ്ങൾ വന്നു. ഈശോയെ, കൃപാസന സാക്ഷ്യത്തിൻ്റെ വലിയൊരു സാധ്യതയാണ് ദൈവം മനുഷ്യരാശിക്ക് മുമ്പ് തുറന്നിട്ടിരിക്കുന്നത്. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ. കർത്താവ് അങ്ങ് അത്ഭുതം പ്രവർത്തിക്കാതെ ജീവിക്കാൻ പറ്റാത്ത മനുഷ്യരാണ് കർത്താവ് പകുതി മുക്കാലും. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. സാമ്പത്തിക വിഷയമായാലും, തകർന്നുപോയ ഫാക്ടറി ആയാലും, കച്ചവടമില്ലാത്ത കച്ചവട മേഖലയായാലും, പണം കൈമാറിയിട്ട് അകപ്പെട്ടു പോയവരായാലും, അതുപോലെ തന്നെ ഏജന്റുമാർ പറ്റിച്ചവരായാലും, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലയിൽ കുരുങ്ങിപ്പോയവരുണ്ട്. ഈശോയെ, അവരെല്ലാം നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണേ. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു.
കുഞ്ഞുങ്ങളെ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. തുടരെ കുഞ്ഞുനാളിൽ തന്നെ ആവശ്യമില്ലാതെ ഒത്തിരി മരുന്ന് കഴിക്കേണ്ടി വന്ന് 7 വയസ്സത്തോട് തന്നെ ഒരു മരുന്ന് ചാക്കായി മാറിയ കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ. അവരെല്ലാം കറുത്തിരിക്കണുണ്ട് ഈശോയെ. അവരെല്ലാം സ്പർശിക്കണേ ഈശോയെ. അങ്ങനെ വിശുദ്ധമായ രക്തം അവരിലേക്ക് തളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വിശുദ്ധ രക്തം കയറി ഇറങ്ങുമ്പോൾ അവർ യഥാർത്ഥ സ്വാഭാവിക നിറം പകർന്ന് സുന്ദരന്മാരായി മാറും, സുന്ദരികളായി മാറും. കർത്താവെ, കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില ടെസ്റ്റുകൾ കണ്ടത് കാരണം പേടിച്ചിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജപ്തി നടപടിയെ, ആ പ്രമാണങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു, സ്ഥലത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ ടെസ്റ്റിനൊക്കെ പോകുന്നവരെ, അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുപയോഗിക്കുന്ന വാഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കണമേ. കർത്താവ്, ഇന്ന് രാത്രി അവർ തിരിച്ചു വരുമ്പോൾ കണ്ണീരോടെ വിതക്കുന്നു, ജയഘോഷം തിരിച്ചു വരുമെന്ന് പറഞ്ഞ പോലെ കർത്താവെ, ജയഘോഷം തിരിച്ചു വരുവാൻ, പുതിയ ഉണർവോടുകൂടി തിരിച്ചു വരുവാൻ അങ്ങയുടെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിങ്ങളെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളാരെങ്കിലും രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ ഒരു ലൈറ്റ് മാത്രമേ ഇട്ട് പോയിട്ടുണ്ടോ? പോലീസ് പിടിക്കും, അത് വേറെ വിഷയം. പക്ഷേ ഫിലമെൻ്റ് ഓഫായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്താണ് ഒരു ലൈറ്റ് മാത്രം ഇട്ട്? ഞങ്ങളുടെ വണ്ടിക്ക് ചില സമയത്ത് ഫിലമെൻ്റ്, പണ്ടത്തെ വണ്ടിക്ക് ഫിലമെൻ്റ് ഓഫായി പോകും. പിന്നെ വീട് പിടിക്കണ്ടേ, പിന്നെ മുന്നോട്ട് പോകും. പക്ഷെ എന്തായിരിക്കും സംഭവിക്കണത്? ഒരു ലൈറ്റ് പോയി കഴിഞ്ഞാൽ എൻ്റെ കാറ് സ്ലോ ആവും. പിന്നെ 10-70 കിലോമീറ്റർ സ്പീഡിൽ പോയ കാറ് 30 കിലോ സ്പീഡിലേക്ക് സ്ലോ ഡൗൺ ചെയ്യും. കാരണം ഒരു ലൈറ്റേ ഉള്ളു. അത് കാരണം ഭയങ്കര സ്ലോ വരും. നമ്മൾ ഒരു സ്ഥലത്ത് 2 മണിക്കൂർ കൊണ്ട് 20 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലം 2 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ എത്തത്തുള്ളൂ. ആ ഒരു സ്ലോ. ഇതുപോലെ തന്നെയാണ് ഉടമ്പടിയിൽ സംഭവിക്കുന്നുണ്ട്. ആൾക്കാരുടെ സ്ലോ ആകാൻ കാരണങ്ങൾ, ഉടമ്പടിക്കും 2 ലൈറ്റുകളുണ്ട്. ഒന്നെന്താണ്? ഹൗ ടു ഡു ഉടമ്പടി, എങ്ങനെ ഉടമ്പടി ജീവിക്കേണ്ടത്. അതിൻ്റെ അപ്ഡേഷൻസ് കിട്ടണത് എവിടെ നിന്നാണ്? ഉടമ്പടി ധ്യാനത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഒരു ലൈറ്റാണത്. കർത്താവ് എപ്പോഴും സംസാരിക്കുന്നതും ഉടമ്പടി ധ്യാനത്തിൻ്റെ പുതിയ സാധ്യതകൾ വെളിവാക്കുന്നതും എല്ലാം ഉടമ്പടി ധ്യാനത്തിലല്ലേ. രണ്ടാമത്തെ ലൈറ്റ് എന്താണ്? അതുപോലെ ലൈറ്റാണ്. ആ ലൈറ്റ് നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടിയില്ല എന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് കെട്ടത് പോലെയാണ്. അപ്പം ശിവയാവും, സംശയമില്ല. പല ആൾക്കാരും പറയും ഉടമ്പടി ധ്യാനം 20 മിനിറ്റ്, 2 മണിക്കൂറൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ 20 മിനിറ്റൊക്കെ ഉള്ളത്. അത് തന്നെ പല പ്രാവശ്യമായിട്ട് കൂടിയാൽ മതി. 5 മിനിറ്റ് 10 മിനിറ്റ് കൂടിയാൽ മതി. അത് ഒരു ആഴ്ചക്കുള്ളിൽ കൂടി തീർത്താൽ മതി. പക്ഷെ അത് മനഃപൂർവ്വം അലംഭാവം കൊണ്ട് നടക്കണ കാരണം ഒരു ലൈറ്റ് ഓഫായി പോകും. പിന്നെന്ത് ചെയ്യും? 70 കിലോമീറ്റേഴ്സ് പോകേണ്ട ഉടമ്പടി 30 കിലോമീറ്ററിലേക്ക് താഴും. ഇനി വേറെ ഒരു വിഷയം വെച്ചാൽ, ചില ആൾക്കാർ സാക്ഷ്യം, പിന്നെയുള്ള ലൈറ്റ് എന്ന് പറഞ്ഞാൽ സാക്ഷ്യമാണ്. ഇപ്പം നമ്മൾ നിങ്ങൾ ഞങ്ങൾ പത്രം കൊടുക്കുന്നു, പ്രഘോഷണം ചെയ്യുന്നു, അതുപോലെ തന്നെ ആതുരസേവനം ചെയ്യുന്നു. അപ്പം അതെല്ലാം ചെയ്യുന്നതിൻ്റെ പ്രാർത്ഥനയും എല്ലാം കിട്ടണ എവിടെ നിന്നാണ്? ഈ പ്രബോധനങ്ങളിൽ നിന്നാണ് കിട്ടണത്. പ്രബോധനങ്ങളാണ് അതെല്ലാം കൂടി ഒരുമിച്ചൊരു പ്രബോധനം എന്ന് പറഞ്ഞുള്ള സബ്ജക്റ്റാണ്. പ്രബോധനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഉൾപ്പെടെ, ധ്യാനം ഉൾപ്പെടെ, അതെല്ലാം കൂടി പ്രബോധനത്തിൻ്റെ ഒരു വിഭാഗമാണത്. പിന്നെ വരണത് എന്താണ്? സാക്ഷ്യമാണ്. അതും ലൈറ്റാണ്. സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ജീവിത വിഷയങ്ങൾക്ക് അനുപേക്ഷണീയമായ അവരവരുടെ സാക്ഷ്യങ്ങളുണ്ട്. ആ സാക്ഷ്യങ്ങൾ തിരഞ്ഞാണ് ആൾക്കാരെ കാണുന്നത്. അപ്പം ഈ സാക്ഷ്യം, ഇപ്പം നിങ്ങൾക്ക് മക്കളില്ല, അതുപോലെ തന്നെ സങ്കീർണമായ കുടുംബപ്രശ്നമാണ്, അതുപോലെ തന്നെ ഭാഗോടപടി നടക്കണില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ പിരിഞ്ഞു പോയി പക്ഷെ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നു, പിന്നെ വിസ പ്രോസസ് ചെയ്ത് വരണില്ല, ഇതെല്ലാം ഇത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒന്നുമല്ല. 5-6 പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുന്ന, തമ്മിൽ കണക്ട് ചെയ്ത, ഒന്ന് നടക്കാത്ത എത്രയോ പ്രശ്നങ്ങളാണ് വരണത്. അതെല്ലാം അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ 1 by 1 ആയിട്ട് എങ്ങനെയാണ് മാതാവ് ഈ കുരുക്കളെല്ലാം അഴിച്ച് എടുത്തത്,
അത് മറ്റുള്ളവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാണത്. അതുതന്നെയല്ല, ആ സാക്ഷ്യത്തിൽ അവരെന്താണ് ചെയ്തത് എന്ന് നമ്മൾ അറിയുമ്പോഴാണ്. അതാണ് അതൊരു ലൈറ്റാണത്. അപ്പോൾ ഉടമ്പടിക്ക് 2 ലൈറ്റുണ്ട്. ഒന്ന് ധ്യാനത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ലൈറ്റും, രണ്ടാമത്തത് സാക്ഷ്യത്തിൻ്റെ ലൈറ്റും. അപ്പോൾ ഈ ലൈറ്റ് ഒന്നേ ഉള്ളെങ്കിൽ ഒറ്റ കണ്ണനായിട്ട് നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. അപ്പോഴെന്ത് പറ്റും? സ്ലോ ആയി പോകും. സ്ലോ ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ മോളമ്മ എബി, പെരുമ്പാവൂര് കുറുപ്പമ്പടി ഉള്ള തുരുത്തി എന്ന ഗ്രാമത്തിൽ നിന്ന് വരുന്നു. ഞാനൊരു സ്കൂൾ അധ്യാപികയാണ്. ഞാൻ വളർന്നത്, എൻ്റെ പിതാവ് CSI വിശ്വാസിയാണ്, അമ്മ ജാക്കബറ്റാണ്. അപ്പോൾ CSIയിൽ ക്രിസ്തുവിനോടുള്ള പ്രാർത്ഥന മാത്രമാണ് പ്രാധാന്യം. മധ്യസ്ഥ പ്രാർത്ഥനയോ മാതാവിൽ കൂടെയുള്ള പ്രാർത്ഥനയോ ഇല്ല. പക്ഷേ എൻ്റെ അമ്മ ജാക്കബറ്റ് ആയതുകൊണ്ട് മണർകാട് പള്ളിയിൽ സ്ഥിരമായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് പോകുന്ന പതിവ് ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നതും കുറുപ്പമ്പടി സെൻറ്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ ആയിരുന്നു. എനിക്ക് ഹസ്ബൻഡും മദറിൻലോ എൻ്റെ മോളും മോനുമാണ് എൻ്റെ ഫാമിലിയിൽ. എൻ്റെ മകൻ ഇപ്പോൾ 18 വയസ്സ്. അവനെ കുഞ്ഞു മുതലേ പഠിക്കുമ്പോൾ ആളിത്തിരി ഷൈ ആയിരുന്നു. ദൈവകൃപയാൽ പഠിത്തത്തിൽ എപ്പോഴും ഉയർന്നു തന്നെ നിന്നിരുന്നു. പക്ഷേ അവന് എക്സാം വരുമ്പോൾ ഒത്തിരി ഭയം അവനിലുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ സാധാരണ കുട്ടികൾക്ക് പരീക്ഷ വരുമ്പോൾ കൈയൊക്കെ തണുക്കും, അതുപോലെയാണെന്ന് വിചാരിച്ച് ഞങ്ങൾ പ്രാർത്ഥനയിൽ കൂടെ തന്നെയാണ് അവനെ വളർത്തിയത്. സൺഡേ സ്കൂളിലൊക്കെയും പ്രാർത്ഥനയിൽ ജീവിച്ചു. പക്ഷേ SLC ആയപ്പോഴത്തേനും അത് കൂടി വന്നു. എങ്കിലും പ്രാർത്ഥനയിൽ കൂടെ അവൻ SLCക്ക് ഉന്നത വിജയത്തിൽ കൂടെ തന്നെ ദൈവം അവനെ നടത്തി. പക്ഷേ +1 ഒരിക്കലും എൻട്രൻസിനോ ഒന്നും ഞങ്ങളവനെ ഇങ്ങനെ ടെൻഷനുള്ളതുകൊണ്ട് കുഞ്ഞിനെ വിട്ടിരുന്നില്ല. അവന് ഇഷ്ടമുള്ള ഹ്യൂമാനിറ്റീസ് തന്നെ അവനെ കൊണ്ട് എടുപ്പിച്ചു. പക്ഷേ അവൻ +1 ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 1-2 ആഴ്ച കൊണ്ട് കൊച്ച് കോളേജിൽ +1 ക്ലാസ്സിലേക്ക് സ്കൂളിലേക്ക് പോകാൻ അവൻ തയ്യാറാകാതെ അവൻ തിരിച്ച് നമ്മളോടൊന്നും പറയത്തില്ല. പക്ഷേ കട്ടിലിൽ തന്നെ അങ്ങനെ കിടക്കും. അത്രയും പ്രായമുള്ളൊരു യൂത്തായ കുഞ്ഞിനെ കട്ടിലിൽ നിന്ന് പൊക്കുക എന്നത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. വളരെ ഭാരപ്പെട്ടാണ് ഞങ്ങൾ. എന്താണ് ഇവന് മടിയാണെന്ന് വിചാരിച്ചു. പക്ഷേ കൊച്ചിന് തല പൊക്കാൻ പറ്റത്തില്ല. അവൻ ഉറക്കത്തിൽ കൂടെ തന്നെ കടന്നു പോകും. 3 മണിയൊക്കെ ഞാൻ സ്കൂളിൽ പോവും, ഹസ്ബൻഡ് പോവും. അപ്പോൾ അമ്മച്ചിയോട് ഞാൻ പറഞ്ഞിട്ട് പോവും. അപ്പോൾ പക്ഷേ അവൻ 3 മണിയൊക്കെ ആവുമ്പോഴാണ് എണീക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടു, പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവകൃപയാൽ അന്ന് കോവിഡിൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ കൂടെ അവൻ കടന്നു പോയതുകൊണ്ട് കോളേജ് +1 ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതെ ഓൺലൈൻ ക്ലാസ് ചെയ്ത് അവൻ +1 ടോപ്പ് മാർക്കിൽ തന്നെ ദൈവം എത്തിച്ചു. പക്ഷേ +2 ആയപ്പോൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തു. അപ്പോഴത്തേനും ഞങ്ങൾ സൈക്കോളജിസ്റ്റിനെ കാണിച്ചു. അപ്പോൾ പറഞ്ഞു, അദ്ദേഹം ഡീപ്പായിട്ടുള്ള സ്റ്റഡി നടത്തി കഴിഞ്ഞ് പറഞ്ഞു അവന് വിഷാദരോഗം, ഡിപ്രഷൻ, അതാണ് അവന് സൂയിസൈഡ് ടെൻഡൻസി, അതാണ് അവൻ്റെ അടുത്തത്. ഒരമ്മയെ സംബന്ധിച്ച് ഞാൻ അടുക്കളയിൽ ഇരിക്കുമ്പോൾ കാലത്ത് ജോലിക്ക് പോണതിന് മുമ്പ് അടുക്കളയിൽ പണിയുമ്പോൾ അവൻ എൻ്റെ കൂടെ വരും. പഴയ ഒരു പഴയ അരിപ്പെട്ടി ഉണ്ടല്ലോ, അതേ കയറി നിന്നിട്ട് അവൻ എന്നോട് പറയും, അമ്മേ ഞാൻ സൂയിസൈഡ് ചെയ്താൽ നിങ്ങൾക്ക് സമാധാനമാകും. ഒരു ചീത്ത കൂട്ടുകെട്ടുകളില്ല. മറ്റ് എല്ലാവരും നമുക്ക് തോന്നുമല്ലോ ഡ്രഗ്സോ മറ്റ് കുടിയോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ മാറ്റം. അതൊന്നുമില്ല, പ്രാർത്ഥനയുണ്ട്, ഞങ്ങളുടെ കൂടെ നിൽക്കുകയുള്ളൂ. പക്ഷേ അവൻ്റെ ഉള്ളിൽ ഈ വിഷാദരോഗം പടർന്നു വരുന്നുണ്ടായിരുന്നു. അപ്പം സൂയിസൈഡ് ടെൻഡൻസി കാലത്തെ വന്ന് എന്നോട് കൃത്യമായിട്ട് പറയും, ഞാനങ്ങ് മരിക്കട്ടെ. അവൻ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പല പ്രാവശ്യം സ്ലീപ്പിംഗ് പിൽസ് അവൻ ചോദിച്ചു. പക്ഷേ അവർ കൊടുക്കുകയില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കത്തില്ലല്ലോ. പക്ഷേ എന്നോട് വന്ന് പറയും, അമ്മേ ഞാനൊന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. ഞാൻ പറയും, മോനെ ഞാനും ഹസ്ബൻഡും അമ്മയും എല്ലാവരും ഉണ്ട്, ചേച്ചിയൊക്കെ ഉണ്ട്, ഞങ്ങളെല്ലാവരും, എൻ്റെ ബ്രദർ വന്നിട്ടുണ്ട്, അവരെല്ലാവരും കുടുംബമായിട്ട് പ്രാർത്ഥിക്കും. മകൻ അങ്ങനെ ആശ്വാസത്തിൽ കടന്നു. പക്ഷേ ധ്യാനങ്ങളും എല്ലാം കൂടും. പക്ഷേ മകൻ അത് കൂടിക്കൂടി വന്നു. ഓരോ ദിവസവും പറയും, ഞാൻ സൂയിസൈഡ് ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് പോകട്ടെ, അമ്മയ്ക്ക് സമാധാനം, അപ്പയ്ക്ക് സമാധാനം, ചേച്ചിക്ക് സമാധാനം. അത് കേട്ട ഒരമ്മയ്ക്ക് കടന്നു പോവുക എന്ന് നിങ്ങൾക്കറിയാം. എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ മുഖം എന്നും ഞാൻ കരഞ്ഞില്ല. കുഞ്ഞുങ്ങൾ എന്നോട് ചോദിക്കും, ടീച്ചറെ എന്താ മുഖത്ത് ഇങ്ങനെ വാട്ടം? നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കും. ഞാൻ സ്കൂളിലൊരു ഇച്ചിരി സമയം കിട്ടുമ്പോൾ മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സഹോദരൻ ഒരു മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം ഫ്രണ്ട്സിനോടിങ്ങനെ ചോദിച്ചു പ്രാർത്ഥനയെക്കുറിച്ച്. ഇതൊന്നും പറയാതെ അദ്ദേഹം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, റേച്ചേട്ടാ കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആലപ്പുഴയിൽ, അവിടെ അച്ഛൻ VP ജോസഫ് അച്ഛനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അവിടെ പോകണം. അപ്പോൾ സഹോദരൻ പിറ്റേ ദിവസം ലീവ് എടുത്തിട്ട് പറഞ്ഞു, എടീ ഞാൻ കാലത്തെ 4 മണിക്ക് ബസ്സിന് ഞാൻ പോവുകയാണ്, അപ്പം നമുക്ക് വേണ്ടി സഹോദരൻ അദ്ദേഹം പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡും പറഞ്ഞു, നമുക്ക് ലീവ് എടുക്കാം, നമുക്ക് ഒന്നിച്ച് പോകാം. ഞങ്ങളിവിടെ വന്നു, യാക്കോബായ സമുദായം, എൻ്റെ സഹോദരൻ CSI സമുദായം. പക്ഷേ ഞങ്ങളിവിടെ വന്നപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് അവിടെ ഇരിക്കുന്ന ബ്രദർ പറഞ്ഞു. ഞങ്ങളൊട്ടും താമസിയാതെ ഞാനെടുത്തു. സെപ്റ്റംബർ 3, 2022 അങ്ങനെ അതെടുത്തു. എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം അച്ഛൻ്റെ ലിങ്ക് യൂട്യൂബിലുള്ള ചാനലുകളൊക്കെ കാണും, ആ ക്ലാസ്സുകൾ കേട്ടു. പക്ഷേ അന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഏകദേശം 9-10 മണിയായി പെരുമ്പാവൂർ ചെല്ലുമ്പം.
അവിടെ കുറുപ്പംപടി പള്ളിയോട് ചേർന്ന് തന്നെ ഒരു കത്തോലിക്ക ചർച്ചുണ്ട്. അവിടുത്തെ അച്ഛനെ ഞങ്ങൾ വിളിച്ചു. അപ്പം ഞങ്ങളുടെ സഭയോട് ചേർന്ന് തന്നെയാണ്. അച്ഛൻ ഇറങ്ങി വന്നു, കുമ്പസാരിക്കണമെന്ന് ഞാനും ഹസ്ബൻഡും അപ്പോൾ തന്നെ ചെയ്തു. അച്ഛൻ പറഞ്ഞു വിട്ട കാര്യങ്ങളിൽ കൂടെ കൃപാസന പത്രം ഒരൊറ്റ ദിവസം കൊണ്ട് കൊണ്ടുപോയാൽ 10 കെട്ടോളം ഉണ്ടെങ്കിൽ അത് ഒരു ദിവസം കൊണ്ട് തന്നെ മാക്സിമം ഞങ്ങൾ കൊടുത്തിരിക്കും. അത് അക്രൈസ്തവർക്കായിരിക്കും കൂടുതലും കൊടുത്തിരിക്കുക. അതുപോലെ കാലത്ത് പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും ഉള്ള ഭവനമാണെങ്കിലും 5:30-ക്കുള്ള മാതാവിനോടുള്ള പ്രാർത്ഥന, രാത്രിയിൽ സായാഹ്നത്തിലുള്ള പ്രാർത്ഥന, അതുപോലെ ഞങ്ങൾ ഓർഫനേജുകളിൽ കുഞ്ഞുങ്ങളെ കാണാനും, അതുപോലെ MR മെൻ്റലി റീറ്റാർഡഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഓർഫനേജുകളിൽ പോയി, അതുപോലെ തന്നെ സ്കൂൾ ടൈം ആണെങ്കിൽ പോലും ഇത് നമ്മൾ ഫാസ്റ്റിംഗ് ഉപവാസം എടുക്കും. അതുപോലെ തന്നെ ചൊവ്വാഴ്ചയിലെ അച്ഛൻ്റെ ധ്യാനയോഗങ്ങൾ രാത്രിയിൽ വന്നിട്ടാണെങ്കിലും ഞങ്ങൾ കാണും. അതുപോലെ കുഞ്ഞിനെ കൊണ്ടും കാണിക്കും, അവനെ കൊണ്ടും കൃപാസനം പത്രം പറ്റുന്നൊക്കെ. അവൻ ചിലപ്പോൾ ഇങ്ങനെ ക്ഷീണം പറയും, അല്ലാത്തപ്പോഴൊക്കെ വളരെ ഊർജ്ജത്തോടെ നമുക്ക് കൊണ്ടുവരും, ഞങ്ങളുടെ കൂടെ വന്ന് കൊടുക്കും. അതുപോലെ തന്നെ ബൈബിൾ വായന വൈകുന്നേരങ്ങൾ അരമണിക്കൂർ മാക്സിമം എത്തിക്കാൻ നോക്കും, അരമണിക്കൂർ. അതുപോലെ പ്രാർത്ഥന രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇൻഡിവിജ്വലായിട്ട്. അങ്ങനെയൊക്കെ നമ്മളെല്ലാം പൂർണ്ണമല്ല, ദേഷ്യ സ്വഭാവമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു, നമ്മളെ കുറ്റം പറയും, അങ്ങനെയൊക്കെ ഒത്തിരി കുറയ്ക്കാൻ നോക്കി. ഇതിൽ മാക്സിമം അച്ഛൻ പറഞ്ഞ വാക്കുകൾ. അതുപോലെ ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ കാലത്തെ വർക്കിൽ ഞാൻ അടുക്കളയുടെ ജനലിൽ മൊബൈൽ വെച്ചേക്കും, അച്ഛൻ്റെ ടോക്കുകൾ. നമുക്ക് ഒത്തിരി ആശ്വാസം. ചിലപ്പോൾ തലേദിവസം ഇവരിൽ വലിയ ആദ്യത്തെ ഒരു 3 മാസം വലിയ മാറ്റങ്ങളില്ല. അപ്പോൾ പക്ഷേ അച്ഛൻ്റെ ടോക്ക് കാലത്ത് എന്ത് ഇടുമ്പോഴും അത് ഓപ്പൺ ചെയ്യുമ്പം നമ്മുടെ ഉള്ളിൽ എന്താണോ വിഷമിച്ച് തലേദിവസം കിടന്നത് അതിനൊരു ഉത്തരം ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഒത്തിരി ആശ്വാസത്തോടെ, മനസ്സിലൊരു വലിയ സമാധാനത്തോടെ ആയിരിക്കും ഞങ്ങൾ ജീവിച്ചത്. മുന്നോട്ട് 3 മാസം കൊണ്ട് നടന്നു. അതിനുശേഷം ഞാൻ ഉടുമ്പടി ഡിസംബറിൽ പുതുക്കി. അന്നിവിടെ പുതുക്കാനായിട്ട് ഞാൻ ഡിസംബറിൽ വന്നപ്പോൾ എൻ്റെ അടുത്തിരുന്ന ആൻറ്റിമാരൊക്കെ ഇങ്ങനെ സാക്ഷ്യം എഴുതുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോ ടോക്കിൽ കൂടിയാണല്ലോ മനസ്സിലാവുന്നത്. അപ്പം ഞാൻ ഓർത്തു, എൻ്റെ മാതാവേ, എനിക്കും ഇങ്ങനെ ഈ വിശുദ്ധ ആൾത്താരിൽ വരാൻ എനിക്ക് യാതൊരു യോഗ്യതയില്ല, പക്ഷേ എനിക്ക് വലിയൊരു സാക്ഷ്യം പറയുവാനായിട്ട് എനിക്കൊരു അവസരം തരണേ. സത്യമായിട്ടും പ്രാർത്ഥിച്ചു. എനിക്ക് ഭയമുണ്ട്, എനിക്കങ്ങനെ കിട്ടുമോ ആ ഒരു അവസരം എന്നെങ്കിലും വിശ്വസിച്ചു. മാതാവ് എനിക്ക് വേണ്ടി, എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് എനിക്കറിയാമായിരുന്നു. പിന്നീട് 2ാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ ഇന്ന് വരെ അവൻ സൂയിസൈഡ് എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടില്ല. നമുക്ക് പഠിത്തത്തെക്കാളധികം, ഒരു ജോലിയേക്കാളധികം അവൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്ന ആ വാക്ക് ഇന്ന് വരെ കുഞ്ഞ് പറഞ്ഞിട്ടില്ല. അവൻ ആക്റ്റീവായിട്ട് പുറത്തൊക്കെ വന്നു തുടങ്ങി, പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. ആ ഒരു വാക്ക് അവൻ്റെ വായിൽ നിന്ന് മാതാവിൻ്റെ ഒരു ഒത്തിരി കൃപ. അതുപോലെ തൈലം സ്ഥിരമായിട്ട് കാലത്തും വൈകുന്നേരം അവനെ ഉറക്കത്തിലാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എഴുന്നേക്കും. കാലത്തെ ആദ്യമൊക്കെ ഇങ്ങനെ എഴുന്നേക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവൻ്റെ ആ വിഷാദരോഗത്തിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ പിന്നീട് വിളിച്ച് എഴുന്നേറ്റ് വരും. ആ ഗാഢ നിദ്ര, ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള ഉറക്കം എഴുന്നേറ്റു. അതിൽ ഒരു 7-7:30 ആവുമ്പോഴെങ്കിൽ എഴുന്നേക്കും ആൾ, പറയുന്ന വർക്കുകളൊക്കെ ചെയ്യും. അങ്ങനെയല്ലേ നമുക്ക് മാറ്റം. അപ്പോൾ മാതാവിലുള്ള അവൻ പ്രാർത്ഥന, അച്ഛൻ്റെ ടോക്കുകളൊക്കെ ചൊവ്വാഴ്ചത്തെ ഞാൻ സ്കൂളിൽ നിന്ന് വിളിക്കും, മോനെ കണ്ടെന്ന് പറയും. അങ്ങനെ ഒത്തിരി ദൈവവചനം വായിക്കുകയൊക്കെ ചെയ്യും. ക്ഷീണമുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നു. അവൻ ആ സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന ഒരു വാക്ക്, അതാണ് ഞങ്ങളെ ഏറ്റവും ഭയപ്പെടുത്തിയിരുന്നത്. അതിൽ നിന്ന് മാതാവിൻ്റെ കൃപ കൊണ്ട് എൻ്റെ അപ്പൻ അത് മാറ്റി തന്നു. 2ാമത് ഞാൻ അടയാളം ചോദിച്ചത്, മാതാവിനോട് ഞാൻ പറഞ്ഞത് ഇതുപോലെ എനിക്കൊന്ന് വന്ന് നിന്ന് ആൻറ്റിമാരൊക്കെ ഇതുപോലെ ഒരു വലിയ സാക്ഷ്യം പറയാൻ. അപ്പോൾ എൻ്റെ മകൻ്റെയോടൊപ്പം തന്നെ മാതാവ് മറ്റൊരിത്, ഞാൻ എൻ്റെ കാല് അതിനിടയ്ക്ക് വിട്ടുപോയി. ഞാൻ ബൈബിൾ വായിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, സ്കൂളിലും പോയി, നമ്മൾ കുട്ടികളുടെ അടുത്ത് പോയി വീട്ടിലെ പണി കഴിഞ്ഞ് രാത്രിയിൽ ഇരിക്കുമ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ അറിയാതെ കണ്ണ് അടയാൻ തുടങ്ങും. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, എൻ്റെ ദൈവമേ, എനിക്ക് ബൈബിൾ ഏകാഗ്രതയോടെ അരമണിക്കൂർ വായിക്കാനായിട്ടുള്ള ഒരു സന്ദർഭം. അതുപോലെ തന്നെ ദൈവം തന്നു. ഡിസംബർ 25-ാം തീയതി വൈകുന്നേരം ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ എന്നെ ഒരു ഗെറ്റ് ടുഗദറിന് വിളിച്ചു. അവിടെ ചെന്നു കയറി മുകളിലേക്ക് സ്റ്റെപ്പ് താഴ്ത്തിറങ്ങിയതാണ്. കാലിൻ്റെ പത്തി കുത്തി താഴേക്ക് വീണു. ഞാൻ വിചാരിച്ചു കാല് ഒടിഞ്ഞ് വല്ലാതെ ഓപ്പറേഷൻ വേണ്ടി വരും. എന്നെ കാറിൽ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴും എൻ്റെ മകളും കാലയിൽ വെച്ച് പ്രാർത്ഥിച്ച്, അവർ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തൈലമൊന്നും അന്നേരം ഇല്ല, വേറൊരു വീട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അവിടെ ചെന്നു എക്സ്റേ എടുത്തു. പിറ്റേ ദിവസം ഡോക്ടർ വരുമ്പം കാണിക്കാമെന്ന് പറഞ്ഞ് അവരത് കവർ ചെയ്ത് വീട്ടിരുന്നു. കൊണ്ട് തൈലം പുരട്ടി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഹസ്ബൻഡ് കൊണ്ടുവന്നു, ഉപ്പും കഴിച്ച് കൊണ്ടുവന്നു. ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ കാലിന് ഓപ്പറേഷൻ വേണ്ട, പക്ഷെ 1.5 മാസത്തെ ഒരു റെസ്റ്റ്, പ്ലാസ്റ്റർ ഇട്ടു. ഒത്തിരി ദൈവകൃപ കൊണ്ട്. അങ്ങനെ ഞാൻ ആ 1.5 മാസം എൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി പെരുമ്പാവൂർക്ക്. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ബൈബിള് ഞാൻ മാതാവിനോട് എന്ത് ചോദിച്ചോ അതൊരു വലിയ സന്തോഷമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. കാരണം ആ വേദനയൊന്നും വലിയതായിട്ടുണ്ടായില്ല. തൈലോപ്പത് കാരണം ഞാൻ വിചാരിച്ച മുഴുവൻ ഒടിഞ്ഞ് പത്തി കാലുമായിട്ട് ചേരുന്ന ഭാഗത്താണ്. അത് 2 അകന്ന് പോയിട്ട് ചെറിയൊരു പൊട്ടലേ ഉള്ളൂ. പക്ഷേ ബൈബിള് കൃത്യമായിട്ട്
എനിക്ക് പുതിയ നിയമം മുഴുവനും വായിച്ചു തീർക്കാൻ. അതൊരു വലിയ ദൈവാനുഗ്രഹമായിട്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ അത് വായിച്ച് തീർക്കാനും സാധിച്ചു. അതോടൊപ്പം എൻ്റെ അമ്മ അവിടെയുണ്ട്, 85 വയസ്സുള്ള ആൾ, ആങ്ങളയുടെ കുടുംബത്തിലാണ്, ഞാൻ അവിടെയായിരുന്നു. അപ്പം അമ്മയുടെ ഒരു പ്രഷർ നോക്കാൻ കൊണ്ടുപോയതാണ് ബ്രദർ. അപ്പോൾ ഡോക്ടറുടെ കൈ അറിയാതെ ബ്രസ്റ്റിൽ തട്ടിയിട്ട് ഡോക്ടർക്ക് തോന്നി എന്തോ ഒരു തടിപ്പുണ്ട്, റിജി എത്രയും പെട്ടെന്ന് അമ്മേനെ എറണാകുളം കൊണ്ടുപോവുക, അമ്മയ്ക്ക് ക്യാൻസറിൻ്റെ തന്നെയാണ്. ഒരു ലേഡി വളരെ സീനിയർ ഒരു ഗവൺമെൻറ് ഡോക്ടറാണ്. അപ്പം ഞാനും ഞങ്ങൾ കുടുംബത്തോടെ ചങ്ക് തകർന്നു പോണൊരവസ്ഥ. കാരണം അമ്മ 86 വയസ്സുള്ള അമ്മ ഇനി ഈ വേദന തിന്നുകൊണ്ട് ദൈവമേ മാതാവേ മുന്നോട്ടേക്ക് പോകല്ലേ എന്ന് പറഞ്ഞു. അമ്മ പക്ഷേ ഇങ്ങനെ ഒരു തടിപ്പുള്ളത് ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ ഈ തൈലവും ഉപ്പും ഞാൻ കൊണ്ടുവെക്കുമ്പം സ്ഥിരമായിട്ട് അമ്മ തേക്കുമായിരുന്നു. നമ്മളത് കാണുന്നില്ലല്ലോ, അതിൽ നിന്ന് എടുത്ത് എപ്പോഴും തേക്കും. അങ്ങനെ അമ്മയെ ഡോക്ടറെ കാണിച്ചു. ഒരു 3 ഡോക്ടർമാർ പറഞ്ഞു, റെജി ഇത് സീരിയസ് ആണ്, അമ്മയ്ക്ക് ഒരു 6 മാസത്തെ ആയുസ് മാത്രം, അത് കരൾ വരെ പഴുത്തു പോയിട്ടുണ്ട്, ടാറ് പോലെയാണ് ഒരു ബ്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് അമ്മയെ രക്ഷകൾ. ആങ്ങളെ ഒത്തിരി കരഞ്ഞു, ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു മാതാവിൻ്റെ തൈലം വിശ്വാസത്തിൽ തന്നെ. ബ്രദർ ഞാൻ പറഞ്ഞു CSI ആണെങ്കിൽ എൻ്റെ അമ്മയുടെ ഒരു ഇതിൽ ജാക്കബേ മാതാവിൽ കൂടെയുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കഠിനമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ രാത്രികളിൽ ഒക്കെയും കരഞ്ഞ് പ്രാർത്ഥിക്കും. അമ്മയും അതുപോലെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. തൈലം ഉപ്പ് സ്ഥിരമായിട്ട് തേക്കും. അങ്ങനെ ഡോക്ടർ FNAC ചെയ്യാൻ പറഞ്ഞു. ആ റിസൾട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് കഠിനമായ പ്രാർത്ഥന, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു, അതിൽ നെഗറ്റീവ്. വീണ്ടും ഡോക്ടർക്ക് അത്ഭുത, റെജി അങ്ങനെ പറ്റത്തില്ല, ഇതൊന്നുകൂടെ നമുക്ക് ബയോപ്സിക്ക് അയക്കാം, ഇത് അങ്ങനെയല്ല ക്യാൻസർ തന്നെയാണ്. വീണ്ടും ബയോപ്സിക്ക് അയച്ചു. അന്ന് രാത്രിയിൽ ഈ ഒരു വോളിൻ്റെ വ്യത്യാസത്തിൽ അമ്മ അപ്പുറത്തെ മുറിയിൽ ഞാൻ ഇപ്പറയാണ് കിടന്നിരുന്ന, കാല് വയ്യാഞ്ഞുകൊണ്ട്. അപ്പം ഒരു 2 മണിയായപ്പോൾ എനിക്ക് തലയുടെ അവിടെ എന്തോ ഒരു അനക്കം പോലെ ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ ഒരു പ്രകാശമാണ് എൻ്റെ തൊട്ട് പുറകിൽ. ആ പ്രകാശം അമ്മയുടെ മുറിയിലേക്ക് കടന്നു പോകുന്നു. ഉറപ്പായിട്ട് ഞാൻ ആങ്ങളോട് കാലത്തിൻ്റെ അതിനോടും പറഞ്ഞു, അമ്മയ്ക്ക് എന്തായാലും നെഗറ്റീവ്, അമ്മ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, മാതാവ് അമ്മയെ വന്ന് സൗഖ്യപ്പെടുത്തി പോയിരിക്കും. കാരണം അമ്മയുടെ വിശ്വാസവും ഞങ്ങളുടെ പ്രാർത്ഥനയും തീർച്ചയായിട്ടും. അങ്ങനെ ബയോപ്സി ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നു, കൾച്ചർ ചെയ്ത് എല്ലാത്തിലും നെഗറ്റീവായി. അങ്ങനെ ഒരു മാതാവിൻ്റെ ഒരു വലിയ കൃപ കൊണ്ട് ആ വലിയ അസുഖത്തിൽ നിന്ന് മാതാവ് കാത്തു. പിന്നീട് എൻ്റെ കൈക്ക് കാർപ്പൽ ടണൽ എന്ന് പറഞ്ഞ് ഈ കൈ അനക്കാൻ മേലാത്ത ഒരവസ്ഥ, തള്ളവിരൽ മുതൽ താഴേക്ക് കൈ നമുക്ക് വർക്ക് ലോഡ് വന്നു കഴിയുമ്പോൾ കൈ ബാക്കിലേക്ക് പോയില്ല. ബസ്സിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞു. ഞാൻ ഒരിക്കലും എൻ്റെ മോളോട് ബസ്സിൽ കയറി കൈ ബാക്കിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്തപ്പോൾ കരഞ്ഞു പോയി ഞാൻ എല്ലാവരുടെയും മുമ്പിൽ. അതുപോലത്തെ വേദന 4-5 വർഷം പഴക്കം. ആദ്യം ട്രിഗർ ഫിംഗർ ആയിരുന്നു, അത് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കാർപ്പൽ ടണലായി. ഡോക്ടേഴ്സ് പറഞ്ഞു, എൻ്റെ കാലിന് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, ഇത് ഒരു മുഴ പോലെ കയ്യിലുണ്ട്, ഇയാളുടെ കാർപ്പൽ ടണലാണ്, അത് ഓപ്പറേഷൻ തന്നെ ചെയ്ത് ഇയാൾ മാറ്റുന്നതായിരിക്കും നല്ലത്. ഞാനൊന്നും പറഞ്ഞില്ല, പോന്നു. പക്ഷേ എന്നും പ്രാർത്ഥനയിൽ മാതാവിൻ്റെ തൈലം പുരട്ടിയും പ്രാർത്ഥനയിൽ കൂടെ പോയി ഞാൻ വെറുതെ കൈ ഒരിക്കൽ അടുക്കളയിൽ നിന്ന് ബാക്കിലേക്ക് കുത്തിയതാണ്. കൈക്ക് ഒരു കുഴപ്പമില്ല, ഒരു വേദനയില്ല, കൂളായിട്ട് എനിക്ക് എന്ത് വർക്കും ആ കൈ കൊണ്ട് ഇപ്പോൾ ചെയ്യാം. അത് മാതാവിൻ്റെ കൃപ, യേശുപ്പച്ചൻ്റെ കൃപ. അതുപോലെ തന്നെ എൻ്റെ മോക്ക്, അവൾ PG പഠിക്കുന്ന, അവൾക്ക് പീരീഡ്സിൻ്റെ ടൈം ആകുമ്പോൾ ഭയങ്കര വയറുവേദനയാണ്. 3-4 ദിവസത്തേനെ കൊച്ച് ആലുവ വരെ പോകണം. ഇപ്പോൾ ബസ്സിൽ പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഞങ്ങൾ 2-3 ദിവസം വിടുകയില്ല. ദൈവകൃപയാൽ പഠിക്കുന്ന കുട്ടി എന്നാലും പറയും പഠിക്കേണ്ട, എന്നാലും പോയില്ലെങ്കിലും കുഴപ്പമില്ല, വല്ലയിടത്തും നീ വീണ് പോയാലോ. അങ്ങനെ അത് PCOD ആണോ എന്ന് ഗൈനക്കോളജിസ്റ്റ് കാണിച്ചപ്പോൾ അവർ ഡൗട്ട് പറഞ്ഞു. എന്തായാലും അത് തന്നെ ആയിരിക്കും, കൊച്ചിന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക, അതാണ് നല്ലതെന്ന് പറഞ്ഞു. പക്ഷേ അവൾ നല്ല വിശ്വാസിയാണ് മാതാവിൽ. അവൾ പറഞ്ഞു, അമ്മ ഒന്നും വിഷമിക്കേണ്ട, തൈലം ഞാൻ തേക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഉപ്പ് കഴിക്കുന്നുണ്ട്. അവൾ അതുപോലെ തന്നെ വിശ്വസിച്ചു സ്കാനിങ്ങിന് കൊണ്ടുപോയി. റിസൾട്ട് വന്നു. അവർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, യൂട്രസിനൊക്കെ ഒരു പ്രോബ്ലം ഇല്ല, അത് സാധാരണ കുട്ടികൾക്കുണ്ടാകുന്ന, അത് മാറിക്കോളും. ഒത്തിരി കുറവുണ്ട് അങ്ങനെ കഴിച്ചതിന് ശേഷം. അതുപോലെ തന്നെയാണ് എൻ്റെ ബ്രദറിന് കിഡ്നി സ്റ്റോൺ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നേരത്തെ. അത് കഴിഞ്ഞ് വീണ്ടും ഈ ഒരു അടുത്ത ഇടയ്ക്ക് ഭയങ്കരമായ വേദന വന്നു. അപ്പോൾ അതേ സെയിം പോർഷനിൽ തന്നെയാണ് ആ വേദന വരുന്നത്. അദ്ദേഹം ഭയങ്കരമായിട്ട് പേടിച്ചു. കാരണം ഓരോ വർഷം ഏജിലേക്ക് വരുമ്പോൾ പിന്നെയും വരുമ്പോൾ അത് ക്രിട്ടിക്കൽ ആകുമെന്നാണ്. പക്ഷേ അദ്ദേഹം തൈലം തേക്കുകയും അദ്ദേഹം ഉപ്പ് കഴിക്കുകയും ചെയ്തു. മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നീട് സ്കാനിങ് ഇതുപോലെ തന്നെ എടുത്തു. മാതാവിൻ്റെ കൃപയാൽ ആ സ്കാനിങ്ങിൽ ഒരു കുഴപ്പം ഉണ്ടായില്ല. അദ്ദേഹം ആരോഗ്യവാനായിട്ട് ഇപ്പം ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കൃപാസന പത്രം ഞാൻ പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ഹസ്ബൻഡ് അല്ലെങ്കിൽ മോൻ്റെ കൊടുത്ത് ഞങ്ങളത് കൊടുത്ത് തീർക്കുമായിരുന്നു. അതും ക്രൈസ്തവരായുടെ ഇടയിൽ. അപ്പം ഞാൻ പഠിപ്പിച്ച 2 കുഞ്ഞുങ്ങൾ, അതിലൊരു പെൺകുട്ടി ഒരു 26-27 വയസ്സ്. അവരുടെ വീട്ടിൽ ഒത്തിരി പ്രോബ്ലംസ് ഉള്ളതാണ്. ഫാദർ അങ്ങനെ വിവാഹം നടത്താനായിട്ടൊക്കെ അദ്ദേഹത്തിന് താല്പര്യമില്ല. ആ കുട്ടി ഈ പത്രം കിട്ടിയോടെ, കൃപാസന പത്രം കിട്ടിയോടെ അവളുടെ അമ്മ ശക്തമായിട്ട്, അവർക്ക് ഒന്നും അറിയത്തില്ല, 4 പത്രം വെച്ച് അവർ പ്രാർത്ഥിക്കുകയും അവർ കൃപാസനത്തിലേക്ക് വരികയും അവരൊരു വാൻ പിടിച്ച് ആ ഒരു ഏരിയയിൽ നിന്നുള്ള കുറേ പേര് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ അവരുമായിട്ട് വന്നു. ഈ അമ്മയ്ക്ക് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു 2 ആഴ്ചക്കുള്ളിൽ ആ കുഞ്ഞിനെ ഒരു പയ്യൻ കാണാൻ വരികയും
മൂവാറ്റുപുഴയിലെ നല്ല ജോലിയുള്ള നല്ലൊരു വീടുള്ള, അവൾ ഒത്തിരി കഷ്ടപ്പെട്ട് കുഞ്ഞ് കഷ്ടതയിലുള്ള വീട്ടിൽ അവൾ ജീവിച്ചു. അതിൽ നിന്ന് ദൈവം അവളെ മാതാവിൻ്റെ കൃപയാൽ അവൾ എത്തിയ സന്തോഷത്തോടെ ജീവിക്കുന്നു. മറ്റൊരു പയ്യൻ ഇതുപോലെ തന്നെ ഒരു 28-29 വയസ്സുള്ള പയ്യൻ, ഞാൻ പഠിപ്പിച്ചാണ്. അവന് ഫയർ ആൻഡ് സേഫ്റ്റി ചെയ്തിട്ട് ജോലിയൊന്നും ഇല്ലാതെ ഒത്തിരി കഷ്ടപ്പെടുമായിരുന്നു. എന്നും അവൻ്റെ അമ്മ കഷ്ടപ്പെട്ട് പറയും ഒരു ജോലിയില്ല എന്ന്. അവൻ കൃപാസനത്തിൽ ഇതുപോലെ തന്നെ അവർ റിലേറ്റീവ്സ് എല്ലാവരും കൂടെ നമ്മൾ കൃപാസന പത്രം കാണുകയും യൂട്യൂബിലെ ചാനൽ കൊടുക്കുകയൊക്കെ ചെയ്ത ആ പയ്യൻ ഇവിടെ വന്നിരുന്നു. അവൻ എന്നോട് പറഞ്ഞൊരു വാക്ക്, ടീച്ചറെ ഞാനിത് മാതാവിൻ്റെ മുമ്പിൽ നിന്നിട്ട് എനിക്ക് മാതാവിനെ കണ്ട് മതിയായില്ല. അങ്ങനെയാണ് അവൻ എന്നോട് പോയി വന്ന വൈകുന്നേരം പറഞ്ഞത്. അതിനുശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം ആ കുഞ്ഞിനൊരു ജോലിയില്ലാതെ ഒത്തിരി കഷ്ടപ്പെട്ടതാണ്, അവന് കിട്ടിയില്ലെന്ന്. പെട്ടെന്ന് അവന് ഗൾഫിൽ നിന്നൊരു ഓഫർ വരികയും ആ കുഞ്ഞിന്ന് അവിടെ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ ജോലിയായി. അവൻ സന്തോഷത്തോടെ വിളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒത്തിരി ആയിരമായിട്ട് അത് ഏറ്റവും വലുത് ഒരു സമാധാനം എനിക്കെൻ്റെ ജീവിതത്തിൽ. മറ്റേതെനിക്ക് പെട്ടെന്ന് വിഷമവും സങ്കടവും, കാരണം മോൻ്റെ ഇത് വരുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു തീകോളം നമ്മുടെ ദേഹത്തെ വിഴുങ്ങുന്നല്ലേ. പക്ഷേ ഒത്തിരി സമാധാനം മാതാവിനോടുള്ള പ്രാർത്ഥനയിൽ യേശുപിതാവ് എനിക്ക് തന്നു, ഞങ്ങളുടെ കുടുംബത്തിനും. അപ്പോൾ നിത്യതയോളം എൻ്റെ കുടുംബവും ഞങ്ങളും യേശുപിതാവിനടുത്ത് ചെല്ലുവോളം മാതാവിൻ്റെ പ്രൊട്ടക്ഷൻ ജീവിക്കുവാനുള്ള അനുഗ്രഹം തരുവാനും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും സകല ശുശ്രൂഷകർക്കും വേണ്ടി അവർക്ക് ഒത്തിരി എല്ലാ അനുഗ്രഹവും ദൈവം തരുവാനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനമാണിത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പോയതിന് ശേഷം മോളമ്മ എന്ന ഈ മകളും ഹസ്ബൻഡും ആദ്യം ചെയ്തത് ഒരു കത്തോലിക്ക പള്ളിയിൽ പോകുന്നു. അവിടെ രാത്രി 10 മണിയാക്കിയാണ് ഇവരവിടെ ചെല്ലുക. ഇവർക്ക് പരിചയമുള്ള വൈദികനാണ്. ഇവർ ആ ബഹുമാനപ്പെട്ട വൈദികൻ്റെ അടുത്ത് ഇവർ ഒരു വിശുദ്ധ കുമ്പസാരം നടത്തുകയാണ്. ആദ്യമേ ഇവർ ചെയ്തത് അതാണ് തിരുവചനം പറയുക, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അതാണ് പഴയ നിയമത്തിൽ നാളെ എന്നാണ് പറയുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ ഇന്ന് ഈ നിമിഷം നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ തൻ്റെ മക്കൾക്ക് കൃപകൾ വർഷിക്കുന്ന ഒരു തമ്പുരാനെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഇവർ ഉടമ്പടി തുടങ്ങി. ഈ മകള് ഒരു യാക്കോബായ വിശ്വാസത്തിൽ ജീവിക്കുന്ന മകളാണ്. CSI ആ വിഭാഗത്തിൽ. അപ്പോൾ ആ ഫാദർ CSIക്കാരനാണെന്നാണ് ഈ മകൾ പറഞ്ഞത്. അപ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് അവിടെ യാതൊരു സൂചനയും കൊടുക്കാതെ ഈശോ മാത്രം എന്ന രീതിയിൽ ഈശോയെ മാത്രം ആരാധിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഈ മകൾ എങ്ങനെ ജപമാല പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു തീഷ്ണതയേറിയ മകളായിട്ട്, അമ്മയെ സ്നേഹിക്കുന്ന മകളായിട്ട് ഈ മകളും കുടുംബവും മാറുന്നു എന്നുള്ളതാണ് നമുക്ക് സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാവുക. മകൻ്റെ വിഷാദ രോഗം, ആത്മഹത്യാ പ്രവണത, ഇതൊക്കെയാണ് ഈ മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ പ്രേരിപ്പിക്കുന്നത്. അത് സഹോദരനും CSI വിഭാഗത്തിലാണ്. എന്നാൽ ആ മകൻ തന്നെയാണ് മുൻകൈ എടുക്കുക. അപ്പോൾ ഈ മകളുടെ ബ്രദർ തന്നെ മുൻകൈ എടുക്കുമ്പോൾ ഇവരും ഫാമിലിയായിട്ട് ഹസ്ബൻഡും വൈഫും ബ്രദറും എല്ലാവരും കൂടിയാണ് ഇവിടെ വരിക. അങ്ങനെ ഇവരിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി ധ്യാനങ്ങൾ, ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ, അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ, ഇതൊക്കെ ഇവർക്കൊരു ബലം നൽകുന്നു എന്നാണ് പറയുക. അങ്ങനെ ഇവർക്ക് ആത്മധൈര്യം കിട്ടുകയാണ്. മകൻ്റെ ആ ആത്മഹത്യാ പ്രവണതയിൽ നിന്ന് തന്നെ അവനൊരു മാറ്റം കിട്ടി. പിന്നീട് അവൻ ആ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നാണ് ഈ മകൾ പറയുക. സാക്ഷ്യത്തിലൂടെ നാം അതെല്ലാം വിവരിച്ച് കേട്ടതാണ്. അതുപോലെ ഈ മകളുടെ അമ്മയുടെ ക്യാൻസർ രോഗം 6 മാസം മാത്രമാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. എന്നാൽ ആ അമ്മച്ചി ഇപ്പോഴും നല്ല ക്യാൻസറൊക്കെ മാറി വളരെ ഉത്സാഹവതിയായിട്ട് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ആ അമ്മ തന്നെ ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ വളരെ നല്ല രീതിയിൽ ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. നിശേഷം ക്യാൻസർ മാറി എന്നാണ് സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുക. 5 വർഷത്തോളമായ കാർപ്പൽ ടണൽ എന്ന, അതായത് ഈ കൈയുടെ വേദനയാണ്. അപ്പോൾ കൈപ്പത്തി പുറകോട്ട് തിരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അസ്വസ്ഥതകൾ, ആ അസ്വസ്ഥതയും അതെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രമാണ് ഈ മകൾ ഉപയോഗിക്കുക. അങ്ങനെ ഓരോന്നോരോന്നായി മകളുടെ രോഗസൗഖ്യം, സഹോദരൻ്റെ രോഗസൗഖ്യം, ഇങ്ങനെ കൃപകളാണ് ഇവരുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടുക. ഇവർ ചെയ്യുന്നത് എന്താണ്?
തീഷ്ണതയോടെ ആ നിബന്ധനകൾ പാലിക്കുകയാണ്. ഉടമ്പടി ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാക്കി നാം മാറ്റരുത്. അങ്ങനെ മാറ്റുമ്പോഴാണ് നമുക്ക് കിട്ടേണ്ട കൃപകൾ കിട്ടാതെ പോവുക. ഉടമ്പടി ഒരു പ്രാർത്ഥനയേ അല്ല, അത് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. ദൈവവുമായിട്ട് കക്ഷി ചേർന്ന് നാം ചെയ്യുന്ന ഒരു പദ്ധതി. അത് കുറച്ച് നിബന്ധനകളാണ്. നമ്മെ തന്നെ വിശുദ്ധീകരിച്ച്, നമ്മുടെ ജീവിതത്തെ നാം വിശുദ്ധീകരിച്ച്, ജീവിതത്തെ വിലയിരുത്തി, നമ്മിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി, നാം ചെയ്യേണ്ട കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, തിരുവചന വായന, ഇങ്ങനെയൊക്കെയായി നാം മുമ്പോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ഇന്ന് തന്നെ, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്നല്ല, ഇന്ന് തന്നെ നമ്മുടെ ഇടയിൽ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഓരോ സാക്ഷ്യവും നമ്മളോട് വിളിച്ചു പറയുന്നത്. നമുക്ക് അത്യുന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.